ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപൻ നോർമലായി എന്ന് കരുതിക്കൊണ്ട് അയാളെ കാണാനെത്തുന്ന വാമനെ ഞെട്ടിച്ചുകൊണ്ട് പ്രതാപൻ വാമനെ കാണുമ്പോൾ തന്നെ കൊലയാളി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വയലൻ്റ് ആവുന്നു. മോഹിനി അത് കേൾക്കാതിരിക്കാൻ വേണ്ടി മുത്തശ്ശി പ്രതാപന് 2 അടി കൊടുത്തുകൊണ്ട് അയാളെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് നിന്നെ കണ്ടാൽ പ്രശ്നമാണെന്നും നീ അവൻ്റെ മുന്നിൽ പോലും വന്നു പോകരുതെന്ന് മുത്തശ്ശി വാമനോട് പറയുന്നുണ്ട്. ശേഷം കമലേശ്വരത്തെത്തുന്ന കരുണ മഞ്ജുവിനെ കണ്ട് അവളുടെ നേരെ ചൊറിയാൻ ചെല്ലുമ്പോൾ ഉരുളത്തേക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തു വിടുന്നുണ്ട് മഞ്ജു. പിന്നീട് നാളെ 7-ാം മാസത്തെ ചടങ്ങ് നടക്കുകയാണെങ്കിലും അത് മുടക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ എന്ത് ചെയ്യാനാ, അവരെ ഇല്ലാതാക്കാൻ നോക്കി, തിരിച്ചടികൾ മാത്രമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്ന് കരുണ പറയുമ്പോൾ അമ്മ അവനും ഇപ്പോൾ ഒന്നിനും താല്പര്യമില്ലാത്ത മട്ടാണ് എന്ന് ഉണ്ണി പറയുന്നതും ആ മേഘേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കുളമാക്കി തന്നേനെ, പക്ഷേ ഉണ്ണിയേട്ടന് അതിനുള്ള ധൈര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ കൊച്ചാക്കി സംസാരിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അതിനുശേഷം 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞ് ലക്ഷ്മിയോളെ എവിടേക്ക് കൊണ്ടുവരണമെന്നും പ്രസവം വരെ അവളിവിടെ നിൽക്കട്ടെ എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അത് കേട്ട് അന്തിക്കുന്നുണ്ട് മുത്തശ്ശിയും മോഹിനിയും. വിശ്വനാഥനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ലക്ഷ്മി മോൾ ഇവിടെ ഉണ്ടെങ്കിൽ കണ്ണൻ മോൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും എന്നും പ്രതാപൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മുത്തശ്ശി അറിയാതെ വാമൻ എന്ന പേര് പറഞ്ഞു പോകുന്നതും അതെ അവനാണ് എല്ലാത്തിനും കാരണം, ആ കൊലപാതക രഹസ്യം എന്നെല്ലാം പ്രതാപൻ പറയുന്നതോടുകൂടി കണ്ണൻ്റെ അച്ഛൻ്റെ വെറും ഒരു അപകടമരണമല്ലേ, പിന്നെ എങ്ങനെ കൊലപാതകം ആവും എന്നെല്ലാം സംശയത്തോടുകൂടി മോഹിനി ചോദിക്കുമ്പോൾ അത് കേട്ട് ഭയപ്പെടുന്ന മുത്തശ്ശി പ്രതാപനെ അവിടെ നിന്നും ഒരു വിധത്തിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. പിന്നീട് മുത്തശ്ശി വാമനെ വിളിച്ചിട്ട് നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവനെല്ലാം വിളിച്ചു പറയുന്നുണ്ടെന്നും മോഹിനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്നും പറയുമ്പോൾ പ്രതാപനെ കൊന്നുകളയും എന്നുള്ള രീതിയിലെല്ലാം വാമൻ സംസാരിക്കുന്നത് കേട്ട് വല്ലാതാവുന്നുണ്ട് മുത്തശ്ശി. പിന്നീട് പ്രതാപനെ നാവടക്കാൻ വേണ്ടി പ്രതാപനെ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്താനുള്ള ഒരു പദ്ധതി വാമൻ ആസൂത്രണം ചെയ്യുമ്പോൾ അതൊന്നും വേണ്ട എന്നും മുൻപൊരു കൊട്ടേഷൻ കൊടുത്തതിൻ്റെയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്, പ്രതാപനെ വല്ല മെൻ്റൽ ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ട് നല്ല ചികിത്സ കൊടുക്കുകയാണ് വേണ്ടതെന്നെല്ലാം സീമന്തിനി പറഞ്ഞു കൊടുക്കുന്നു. ശേഷം മഹിയെയും കൊണ്ട് മഞ്ജു കമലേശ്വരത്ത് എത്തുന്നുണ്ട്. മഹിയെ കാണുമ്പോൾ തന്നെ മുനവെച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ് ദുർഗ. കൂട്ടിന് കരുണയുണ്ട്, പക്ഷേ മഞ്ജു ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. നല്ല മറുപടി തന്നെ ദുർഗയ്ക്കും കരുണയ്ക്കും കൊടുക്കുന്നുണ്ട്. നിന്നെപ്പോലെ ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരുത്തി ഈ ഭൂലോകത്ത് കാണില്ല എന്നും അതുകൊണ്ടാണ് കരുണമോളുടെ അച്ഛൻ ഇങ്ങനെ സമനില തെറ്റി നടക്കുന്നത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അത് ഏട്ടത്തി ദുർമന്ത്രവാദം ചെയ്തിട്ടല്ല, അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, കയ്യിലിരിപ്പിൻ്റെയാണ് അയാളിപ്പോൾ അനുഭവിക്കുന്നത്. അയാൾ മാത്രമല്ല അമ്മയുടെ ഈ മരുമകളും ഇവരുടെ മുത്തശ്ശിയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് മഞ്ജു ചുട്ട മറുപടി കൊടുക്കുന്നു. പ്രസവം കഴിഞ്ഞാൽ ഏട്ടത്തിയും കുഞ്ഞും ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. ഇപ്പോൾ പിന്നെ നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാണ് ഏട്ടത്തി ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ഏട്ടത്തിക്കും കുഞ്ഞിനും സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങി കൊടുക്കേണ്ടി വരും എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ ഇവൾക്ക് വേണ്ടി ഇറങ്ങി കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് കേട്ടുകൊണ്ടുവരുന്ന കണ്ണൻ മര്യാദയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ഇവിടെ കഴിയാം, മഹിക്കും എൻ്റെ കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരെ ഇറക്കി വിടാനും ഞാൻ മടിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം കരുണയെ കാണുന്നതും നിന്റെ അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട്, അയാൾ എന്നെ 1-2 തവണ വിളിച്ചിരുന്നു. ആദ്യത്തെ തവണ അയാൾ എന്നെ വിളിച്ചപ്പോൾ നിന്റെ മുത്തശ്ശി അയാളെ തടഞ്ഞു, 2ാമത്തെ തവണ അയാൾ എന്നെ വിളിച്ചപ്പോൾ നീയും അയാളെ തടഞ്ഞു. അയാൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്, അത് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ടെന്ന് കണ്ണൻ പറയുമ്പോൾ തന്നെ ഞെട്ടിവിറയ്ക്കുന്നുണ്ട് കേട്ടോ കരുണ. അച്ഛൻ ഭയങ്കര വയലൻ്റ് ആണെന്നും അച്ഛനെ പേടിച്ചിട്ടാണ് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഈ ചടങ്ങിൽ പങ്കുകൊള്ളാനായിട്ട് ഞാൻ തിരിച്ചു വന്നത്. പിന്നെ കണ്ണേട്ടനെ മാത്രമല്ല അച്ഛനിപ്പോൾ പലരെയും വിളിച്ചിട്ട് എന്തൊക്കെയോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. പിന്നീട് കണ്ണനോടൊപ്പം മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് മഹി. അവർ പറഞ്ഞതൊന്നും താൻ കാര്യമായിട്ട് എടുക്കണ്ട, തന്നെ കാണുമ്പോൾ അവർക്ക് ഈ ചൊറിച്ചിലുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് താൻ ഇവിടെ വന്ന് നിൽക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കണ്ണൻ. ഉണ്ണിയാണെങ്കിൽ ആ ചടങ്ങ് എങ്ങനെയെങ്കിലും കുളമാക്കണം എന്നുള്ളൊരു പദ്ധതി തന്നെയാണ് ആലോചിക്കുന്നത്. കാരണം ധൈര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ഇപ്പോൾ ഉണ്ണിയെ പുച്ഛിച്ച് സംസാരിക്കും, കൊച്ചാക്കി സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ. ആ നിലയ്ക്ക് ഒരു വെല്ലുവിളി പോലെ ഉണ്ണി അത് ഏറ്റെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും കുളമാക്കണം എന്ന് തന്നെ, അലങ്കോലപ്പെടുത്തണം എന്ന് തന്നെ മനസ്സിൽ പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഉണ്ണി. പിന്നീട് വാമനാണെങ്കിലും പ്രതാപനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നു. എനിക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ആരെ കൊണ്ടാണ് അവനെ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റുന്നത് എന്നെല്ലാം വാമൻ പറയുമ്പോൾ അതൊന്നും വേണ്ട, തെറ്റിൽ നിന്നും തെറ്റിലേക്കാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം സീമന്തിനി ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലാതെ വേറെ വഴിയില്ല സീമന്തിനി,
ഗേറ്റിൽ നിന്നും എന്നെ കാണുമ്പോഴേ തുടങ്ങും വിശ്വനാഥനെ കൊല്ലുന്നത് ഞാനാണെന്ന് വിളിച്ചു പറയാൻ. എത്ര നാൾ ഇതിങ്ങനെ തുടരും? ഒരു ദിവസം ഈ രഹസ്യം കണ്ണൻ്റെ ചെവിയിലെത്തും. പിന്നെ അവൻ കേസ് കൊടുക്കും. ഇരുട്ട ജീവ വരെ എന്തെങ്കിലും കിട്ടും. അതുകൊണ്ട് പ്രതാപൻ്റെ നാവ് നിശബ്ദമാക്കിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. അങ്ങനെ മഹിയുടെ 7-ാം മാസത്തെ ചടങ്ങ് ദിവസം തന്നെ വാമൻ അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നു. അന്നാണെങ്കിൽ ആരും വീട്ടിലില്ല. പക്ഷേ വിശ്വനാഥൻ്റെ ആത്മാവ് പ്രതാപൻ്റെ ദേഹത്തുള്ളതുകൊണ്ട് തന്നെ പ്രതാപനിലൂടെ ആ രഹസ്യം കണ്ണനിൽ എത്തുന്നതുവരെ പ്രതാപന് ഒന്നും സംഭവിക്കാൻ വിശ്വനാഥൻ്റെ ആത്മാവ് സമ്മതിക്കില്ല. അങ്ങനെ പ്രതാപനെ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്താനുള്ള വാമൻ്റെ ആ ഒരു ശ്രമം പരാജയപ്പെടുന്നു. ശേഷം പ്രതാപൻ നേരെ കമലേശ്വരത്തെത്തി എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ വിളിച്ചു പറയുന്നുണ്ട്. കണ്ണനെല്ലാം അറിയുന്നതോടുകൂടി പ്രതാപനും വാമനും അവരർഹിക്കുന്ന ശിക്ഷ കണ്ണൻ തന്നെ ഒന്നുകിൽ നേരിട്ട് നടപ്പാക്കും, അല്ലെങ്കിൽ നിയമപരമായിട്ട് രണ്ടുപേരെയും അഴിക്കുള്ളിലാക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇനി ഇത്രയും കാലം ഈ രഹസ്യം മനസ്സിലടക്കി വെച്ച മഹിക്കെതിരെ കണ്ണൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് കാത്തിരുന്ന് കാണാൻ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന ഈ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്